ഉണ്ണി എന്താ ഈ കാണിച്ചത്? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട എന്നെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ച പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. ഉണ്ണി മാറണോ? നീ ഒരൊറ്റ ആള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സന്തതി. ഉണ്ണി കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്. ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി, അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച നോക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. പൊയ്ക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞ ഇതെല്ലാം? ഉത്സവം കൊടിയേറാൻ നാളെ കുറിച്ചു ഏട്ടാ. കുംഭം 15-ന് കൊടിയേറും. കുംഭം 15 എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ 4-5 ദിവസമല്ലേ ഉള്ളൂ വാസേവ. അടുത്ത ബുധനാഴ്ച. ഉണ്ണി തെങ്ങടാ? ടൗണിലേക്ക്. ഉണ്ണി, ഉത്സവം അടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല. പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി. അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാണ് എനിക്ക്. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട. ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല തോന്നും. നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ? ഉണ്ണി എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ ആരുമില്ല. അറിയാം, ഇവിടെ ആരും ഇല്ലാന്ന് എനിക്കത് നല്ലോണം അറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനും ആങ്ങളെയും കളക്ടറേറ്റിൽ പോയതല്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഉണ്ണി വേണ്ട, മര്യാദക്ക് പൊക്കോ. അതെ, ഞാനിവിടെ സമ്മതം ചെയ്യാൻ വന്നൊന്നുമല്ല. പോകാം. ഉണ്ണി വേണ്ട, വിട്. വാതിൽ തുറക്ക. ശ്രുതിയെ, വാതിൽ തുറക്ക. ഇവിടെ നടന്നതൊന്നും നിന്റെ അച്ഛനും ആങ്ങളമാരും അറിയരുത്. അറിഞ്ഞാ കൊന്നുകളയും നിന്നെ ഞാൻ. മോളെ, മോളെ, വാതിൽ തുറക്ക. മോളെ, മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് ഞാൻ ഉറങ്ങുമായിരുന്നു അച്ഛാ. അല്ല, കളക്ടറേറ്റിൽ പോയില്ലേ? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ്. കളക്ടർ അങ്ങോട്ട് പോയി. കളക്ടർ ഇല്ലാതെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ചെമ്പട്ടുടുത്താടി കുരുത്തോല തെയ്യങ്ങൾ തിരിതെളിഞ്ഞു കാവുണർന്നു ചെണ്ട ചെങ്ങില മേളമുയർന്നു പെരുങ്കളിയാട്ടമായി തോറ്റം പാട്ടുപാടി ചെമ്പട്ടുടുത്താടി. മോളെ, ഞങ്ങൾ ഇറങ്ങുക. നല്ലൊരു ദിവസമായിട്ട് തന്നെ നിനക്ക് സാരമില്ല,
ഇനി നമുക്ക് അടുത്ത ഉത്സവം കൂടാ. പോകാം അച്ഛാ. ശരി. ശ്രുതി പേടിക്കണ്ട, തൊഴുതിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ വരും. കാഴ്ചയൊന്നും കാണാൻ നിൽക്കുന്നില്ല. പേടിയുണ്ടോ നിനക്ക്? ഏയ്, അമ്പലം ഇവിടെ അടുത്ത് തന്നെയല്ലേ, നിങ്ങൾ പോയിട്ട് വാ. അച്ഛാ, ശ്രുതിക്ക് ഈയിടെയായി എന്തോ മാറ്റം ഉണ്ടല്ലോ, അച്ഛൻ ശ്രദ്ധിച്ചില്ലേ? ആ, ഞാനും കാണുന്നുണ്ട്. എപ്പോഴും കളിച്ചു ചിരിച്ച് നടക്കാറുണ്ടായിരുന്ന അവളിപ്പോ ഒന്നും മിണ്ടാറേയില്ല. മനസ്സിനെന്തോ പ്രയാസമുള്ളതുപോലെ. അച്ഛൻ അവളോടൊന്നും ചോദിച്ചില്ലേ? ചോദിക്കുമ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് അവള് പറയുന്നേ. ഏതായാലും നിങ്ങൾ വൈകാതെ വീട്ടിലേക്ക് പോണം കേട്ടോ. എന്താടി നീ വിട്, വിട്, വാടി ഇവിടെ. വിട്. ശ്രുതി, ശ്രുതി, വാതില് തുറക്ക്. ശ്രുതി, വാതില് തുറക്കാൻ. മോളെ, മിറ്റി കേറി വന്ന് ഉരുളൂടെ നിന്നെ. നിന്നെ ഞാൻ, നീ എന്താ വിചാരിച്ചേ? എന്തായാലും ഇത്തവണത്തെ ഉത്സവം ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതെ അതെ, കഴിഞ്ഞ തവണത്തേലും ഗംഭീര. വെടിക്കെട്ടാ കൂടുതൽ ഗ്രാമമായത്.
പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അന്നാരും സമ്മതിച്ചില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരത്? ആരാ ഈ കിടക്കുന്നത്? എന്താ പറ്റിയത്? അയ്യോ, ഉണ്ണിയമ്പൂരി. കള്ളൊടിച്ചു വീണായിരിക്കും. വേറെന്തോ പറ്റിയതാ? എന്താ അവിടെ ആൾക്കാർ? എന്താ ഇവിടെ? ഇല്ലത്തെ ഉണ്ണി. എന്താ എന്താ ഇവിടെ? എന്താ ആരാതെ? അയ്യോ എന്റെ ഉണ്ണി, മോനെ, ഉണ്ണി, ഉണ്ണി. അന്ന് മുതല തിരുമേനി ഈ വിധത്തിലായത്. കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സയില്ല. എന്നിട്ടും ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞപ്പോഴാ ഒരു വിവാഹം കഴിഞ്ഞാൽ തിരുമേനിയുടെ സൂക്കേട് മാറുമെന്ന് ആരോ വലിയ തിരുമേനി ഉപദേശിച്ചത്. ഈ നാട്ടിൽ മുഴുവൻ തിരക്കിട്ടും ഉണ്ണി നമ്പൂതിരിക്ക് വേളിയാകാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ കുഞ്ഞിനെ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും കുഞ്ഞെ. നാട്ടുകാര് മുഴുവൻ പറയണത് ഇത് ഉണ്ണി നമ്പൂതിരിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാ. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? കുഞ്ഞെ, ഉണ്ണിയുടെ ഇല്ലത്തുനിന്ന് തരാന്ന് സമ്മതിച്ച മുഴുവൻ തുക ഇതിലുണ്ട്. ഇല്ല, ഞാൻ കാരണം എന്റെ സഹോദരിമാരുടെ ജീവിതം നശിക്കാൻ പാടില്ല. അനുഭവിക്കണം. ശ്രീദേവി, ഇത് നിന്റെ വിധിയായി കരുതി സമാധാനിക്കണം. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല. മോളെ ശ്രീദേവി, മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഇവനെന്താ വല്ല കുരുത്തക്കേടും കാട്ടിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പറയൂ ശ്രീദേവി, ഞാനൊന്നും ചെയ്തില്ലാന്ന്. ശരിയമ്മേ, ഉണ്ണീട്ടിനൊന്നും ചെയ്തില്ല. കണ്ണില് കരട് പോയതാ. ഞാൻ വിചാരിച്ചു ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവൂന്ന്. നീ ഇവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവണം. ഇന്ന് മാത്രമല്ല, എന്നും. ഇനി ഇവനെയും നമ്മളെയും രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പോകാമേ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനി ഈശ്വരൻ നിശ്ചയിക്കട്ടെ എല്ലാം. പമ്പയിൽ ഗണപതിയേ, പമ്പയിൽ ഗണപതിയേ, എന്നും ധനപതിക്ക് അധിപതിയേ, വിളവിള കൊഴുക്കണമേ, ഉള്ളിൽ ഉളിവിള കൊതിക്കണമേ. പമ്പയിൽ ഗണപതിക്ക് അധിപതിയേ, വിളവിള കൊഴുക്കണമേ, ഉള്ളിൽ ഉളിവിള കൊതിക്കണമേ. ആകം നിറഞ്ഞൊഴുകുന്ന പരമപാവനമായ മലയാള പയ്യപ്പൻ നുദിച്ചിടത്തുയരുന്ന പമ്പയിൽ ഗണപതിയേ, ദിനവിള കൊഴുക്കണമേ, ഉള്ളിൽ ഒളിവിള കുതിക്കണമേ. അന്യനു വേണ്ടി സ്വയം ഉണ്ണീട്ടിന് എന്ത് പണിയെ കാട്ടിയേ? കയ്യൊന്ന് നീട്ടിയേ. മുറുകെ പിടിച്ചോ, ഇല്ലേ പറഞ്ഞോ.